നിറമുണ്ട്. പക്ഷേ ആ നിറം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇവനാ ഇങ്ങോട്ട് പാടോ ഞാനാ പച്ചയ്ക്കാ പറയാം. ഇന്നലെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനതിപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ടൊരു ടി വി പറയാൻ മടിച്ചു എന്നിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആളാണ്. കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. ഒരിക്കലും ഒരു അധ്യാപിക പറയാൻ പാടില്ല. ഇവരൊക്കെ അധ്യാപികമാരാ. സത്യം. ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. എവിടുത്തെ അധ്യാപിക? ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ ഈ പറയുന്നത് പോലെ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണ്ണയിക്കുന്നത്? കറുപ്പായതുണ്ടെന്ന് ഈ പറയുന്ന ആരും വെളുത്ത് മതാമ്മയോ? എന്റെ മനസ്സിൽ ആദ്യം നിന്ന് ഇവരാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ? അധ്യാപിക വെടിവെച്ച് കൊല്ലണപ്പതിനെ. നമ്മളെന്താ അധ്യാപകരെന്ന് പറയാൻ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അത് അധ്യാപികയാവട്ടെ, ഒരു സഭ്യത വേണം. ആര് മൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തില് പിന്നെ തണ്ടിയൊന്നും നാറിയൊന്നും മുന്നിൽ ചേർക്കാതെ ഒരു മനുഷ്യൻ പോലും മുതലാളിയുടെ പേര് പറഞ്ഞില്ലാന്നേ പറയുന്നത്. മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനി ആയിരിക്കണം. കറുത്ത ആൾക്കാര് മത്സരിക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കളിച്ചോട്ടെ. ഇവര് മോഹിനിയാണെന്നോ തന്നെത്താൻ പറയാ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. മോഹിനിയുടെ 7 അയലത്ത് വരാത്തവരും കൂടെ മോഹിനി ആയിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും പറയല്ലേ ഈശ്വര. എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം അതെ മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത്. അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ അടിച്ചിറക്കി വിടണം. ആ ലേവൽ എടുത്ത് കളയാൻ പറയണം കലാമണ്ഡലം എന്നുള്ളത്. 7 ദിവസം ഈ പന്നിന്റെ മോറുകണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് 50 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഞാൻ പറഞ്ഞു ഇത് മിമിക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം. അതിന്റെ കൂട്ടത്തിൽ പോയൊക്കെ പറയട്ടെ. രാജ് ബോസ് ആരാധകരെ കണ്ട കിലോമീറ്റർ റൈഡിൽ